ഹലോ, നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ ഈശ്വരകൃപയാൽ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഒരു ഫംഗ്ഷന് പോവാണേ. എവിടേക്കാണെന്നറിയാമോ? SAT ഹോസ്പിറ്റൽ എന്ന് കേട്ടിട്ടില്ലേ? അവിടെ. അപ്പോൾ നിങ്ങളും കൂടെ വരണം എൻ്റെ കൂടെ. നമുക്കൊരുമിച്ച് പോയാലോ? എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടേ ആ ഹോസ്പിറ്റലിൽ വളരെ സീനിയറായിട്ടുള്ള ഒരു ഡോക്ടറും അവരുടെ ഹസ്ബൻഡും കൂടെയാണ് വന്നത് കേട്ടോ. അവരുടെ കാറിലാണ് ഞാൻ അവിടേക്ക് പോയത്. ഈ 2 ഡോക്ടേഴ്സും കൂടി ചേർന്നാണ് എന്നെ അവിടെ ഇൻവൈറ്റ് ചെയ്തത്. ഇതേത് കെയർ ഓഫിലെന്നു വെച്ചാൽ എൻ്റെ പരിചയത്തിലുള്ള ഡോക്ടർ കാർത്തിക ഗോപൻ്റെ കെയർ ഓഫിലാണ് ഈ ഇൻവിറ്റേഷൻ വന്നത്. എന്നോടൊപ്പം ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് കുറേ സന്നദ്ധ സംഘടനകളായ ലയൺസ് ക്ലബ്, റോട്ടറി, ഇന്നർവീൽ, അവിടത്തേക്ക് പ്രതിനിധികളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം അവരെയൊക്കെ ഞാനൊന്ന് പരിചയപ്പെട്ടായിരുന്നു. ഈ SAT ഹോസ്പിറ്റലിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സന്നദ്ധ സംഘടനകൾ മുൻകൈ എടുത്ത് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് നേരെ വാർഡിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. വളരെ വിശാലമായിട്ടുള്ള നല്ല വാർഡായിരുന്നു അത്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഈ SATയിൽ വാർഡൊക്കെ സന്ദർശിക്കുന്നത് കേട്ടോ. ഞാൻ അവിടെ പോയിട്ടേ ഇല്ല, എൻ്റെ ഫസ്റ്റ് വിസിറ്റാണ്. അത് മാത്രമല്ല അവിടുത്തെ സ്റ്റാഫ്, ഡോക്ടേഴ്സും നേഴ്സസും മറ്റെല്ലാ സ്റ്റാഫ് എല്ലാവരും കൂടി ചേർന്ന് അവിടെയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ശിശുദിനത്തോടനുബന്ധിച്ചായിരുന്നു ഈ ചടങ്ങുകളൊക്കെ ചെയ്തത്. അവിടെ എത്തിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ല ശുശ്രൂഷയും പരിചരണവുമാണ് അവിടെ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അഭിമാനം തോന്നി കേട്ടോ. നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഈ SAT ഉണ്ടല്ലോ, വേൾഡ് ക്ലാസ് ലെവലിലാണ് ട്രീറ്റ്മെൻറ്റ് അവിടെ കുട്ടികൾക്കായിട്ട് നൽകുന്നത്. ഹാറ്റ്സ് ഓഫ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാൻ സന്ദർശിച്ച വാർഡ് അത്ര ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസ് ഒന്നും ഇവിടെ ആയിരുന്നില്ല. പക്ഷേ പേഷ്യൻസ് തന്നെയാണ് ആ കുട്ടികളൊക്കെ. ആ കുട്ടികളൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് അവരോടൊക്കെ ഇച്ചിരി നേരം സംസാരിക്കുവാനും സമയം ചെലവഴിക്കാനും എനിക്ക് സാധിച്ചു കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വാർഡൊക്കെ കണ്ടു എത്ര സ്പേഷ്യസ് ആണ്, എത്ര ക്ലീനാണ്. ഒരുപാട് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഈ കുട്ടികളെ ശ്രദ്ധിക്കാനും ഇവർക്കെല്ലാം വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് റൗണ്ട് ദ ക്ലോക്ക് ഡോക്ടേഴ്സ്, നേഴ്സസും മറ്റു സ്റ്റാഫും ഒക്കെ ഇങ്ങനെ എന്താ പറയുക, വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഞാൻ അവിടെ കണ്ടത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു ശിശുദിനത്തോടനുബന്ധിച്ചാണ് എന്നെ അവിടെ ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് എല്ലാവരും കൂടെ ചേർന്ന് ഈ കുട്ടികൾക്ക് കുറേ കോമ്പറ്റീഷൻസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പാട്ട് പാടുന്നത്, ചിത്രരചന, റെസിറ്റേഷൻ, അങ്ങനെ കുട്ടികൾക്ക് പറ്റുന്ന കുറേ കാര്യങ്ങൾ അവിടെ കോമ്പറ്റീഷനായിട്ടൊക്കെ നടത്തി. അതിലെ പ്രൈസ് വിന്നേഴ്സിന് പ്രൈസസും അവിടുത്തെ ഒരു ഡോക്ടറാണ് ഫുള്ളായിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എന്തൊരു കൈൻഡ് ജെസ്റ്റർ അല്ലേ. അത് വിതരണം ചെയ്യാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കാണ് ഞാൻ അവിടെ പോയത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ജോലി ചെയ്തതും സുമനസ്സോടുകൂടി പ്രവർത്തിച്ചതും ഒക്കെ ഈ ഡോക്ടേഴ്സും നഴ്സസും ഒക്കെയാണ് കേട്ടോ. ഈ കുട്ടികളുടെ എന്താ പറയുക, അവരുടെ അസുഖമൊക്കെ മാറ്റി അവർക്ക് സന്തോഷവും കൂടി പ്രദാനം ചെയ്യുന്ന ഒരു നല്ല ജെസ്റ്റർ. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ വിളിച്ച ഉടനെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാൻ അവിടേക്ക് പോയത്. എനിക്ക് അങ്ങനെ പോയതിൽ വലിയ സന്തോഷവും ഒരു മനസ്സിനൊരു നിറവും കൂടെ കിട്ടി കേട്ടോ. ഈ ഒരു പ്രൊഫഷൻ സ്വീകരിച്ചവരെ കുറിച്ച് പറയുമ്പോൾ അത് എത്ര മഹത്തരമാണല്ലേ. അതിനെക്കുറിച്ച് എത്ര ശ്ലാഘിച്ചു പറഞ്ഞാലും മതിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് പഠിക്കുക, പഠിച്ച് ഒരു ജോലി സമ്പാദിക്കുക, അതുമാത്രമല്ല അവരുടെ ലൈഫ് മുഴുവൻ ഇതിനായിട്ട് സമർപ്പിക്കുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന 99.9% അത്രയും ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം ആ ജോലി അത്രത്തോളം അവരുടെ ഒരു അറ്റൻഷനും അവരുടെ ഒരു സാമീപ്യവും അത് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പേഴ്സണൽ ലൈഫെല്ലാം മാറ്റിവെച്ച്, പേഴ്സണൽ ഇൻട്രസ്റ്റും പേഴ്സണലായിട്ടുള്ള താല്പര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് ഇത് മാത്രം പ്രയോറിറ്റൈസ് ചെയ്ത് ജീവിക്കുന്ന കുറേ മനുഷ്യർ. അവരെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു.
അങ്ങനെ ആ ഒരു വാർഡ് സന്ദർശിച്ച ശേഷം പുറത്തോട്ടിറങ്ങി. അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫുകാർക്കൊക്കെ ഫോട്ടോ എടുക്കണം എന്നൊരു മോഹം. അങ്ങനെ അവരുടെ കൂടെയൊക്കെ നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്തു. അതിനുശേഷം പ്രോഗ്രാം നടക്കുന്ന വെന്യൂവിലേക്കാണ് പോയത്. ആദ്യമേ ചെന്നപ്പോൾ ആൾക്കാരില്ല എന്നെനിക്ക് തോന്നി. പക്ഷെ ക്രമേണ ഹാളങ്ങ് ഫുള്ളായി കേട്ടോ. ഇൻപേഷ്യൻസ് ആയിട്ടുള്ള കുട്ടികൾ, പാവം കേട്ടോ, എല്ലാവരുടെ കയ്യിലും കാനുലയൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടികൾ, പേഷ്യൻസ് ആയിട്ടുള്ള കുട്ടികൾ, അവരുടെ രക്ഷകർത്താക്കൾ, പിന്നെ ബൈസ്റ്റാൻഡേഴ്സ്, പിന്നെ സ്റ്റാഫ്, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റെല്ലാ സ്റ്റാഫും ഉണ്ടായിരുന്നു. Gida. മുഖ്യാതിഥി ശ്രീമതി താര കല്യാണിനെ നർത്തകിയായും അഭിനേത്രിയായും നാം അറിയും. മാഡത്തിൻ്റെ അമ്മയും മകളെയും കൊച്ചുമകളെയും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കൊണ്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെടുന്നുമുണ്ട്. വ്യക്തിപരമായി എനിക്കൊരു ഓർമ്മയുണ്ട്. ഞാൻ സീനിയർ ആയിരുന്നു, കോൺവെന്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ മാഡം അവിടെ ഒരു നൃത്ത പരിപാടിക്ക് വരികയും സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്യുന്ന കൊച്ചു താര കല്യാണിനെയാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. മാഡത്തിന് സ്നേഹപൂർണ്ണമായ സ്വാഗതം. എൻ്റെ സൗണ്ട് മോശമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് 2 വാക്കുകൾ സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഇച്ചിരി വോളിയം കൂട്ടി വെച്ച് വെക്കണം. അല്ലാതെ ഞാൻ സംസാരിച്ച ആർക്കും കേൾക്കില്ല. മൈക്ക് വെച്ച് സംസാരിച്ച കുറച്ച് കേൾക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കുട്ടികൾക്കും കുട്ടിത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ശിശുദിന ആശംസകൾ. ഈ SIT എൻ്റെ ഈ ലൈഫിൽ എത്ര വയസ്സ് ഞാൻ പറയുന്നില്ല, വയസ്സായി എന്നാലും കണക്ക് പറയുന്നില്ല. ഇത്രയും വയസ്സിനിടയിൽ ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റെപ്പിങ് ചെയ്യുന്നത്. എൻ്റെ അമ്മ ഇവിടെ പ്രസവത്തിന് വന്നിട്ടുണ്ട്, അതെനിക്ക് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വന്നിട്ടേയില്ല. ഇവിടെ വന്നപ്പോഴാണ് എന്ത് ഭംഗിയുള്ള മനോഹരമായ ഒരു ഹോസ്പിറ്റൽ ഞാൻ തിരിച്ചറിയുന്നത്. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഇത് നടത്തിക്കൊണ്ടുപോകുന്ന ഓരോരുത്തർക്കും ഞാൻ ഹൃദയത്തിൽ തൊട്ട് നൽകിയാണ് കേട്ടോ. അത്ര വിശാലമായ, ഭംഗിയുള്ള, വൃത്തിയുള്ള, സ്നേഹമുള്ള, നന്മയുള്ള ഒരു സ്ഥലം. ഇവിടെ കാർത്തിക ഗോപൻ വഴിയാണ് എന്നെ ക്ഷണിച്ചത്. ഇതിന് എൻ്റെ പേര് പറഞ്ഞിട്ട് ക്ഷണിച്ച എല്ലാ ഡോക്ടേഴ്സിനോടും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഓർമ്മ വരുന്നു, ഞാൻ അധികം സംസാരിക്കില്ല എന്ന് പറഞ്ഞതാണ്, പക്ഷെ സംസാരിക്കാൻ തോന്നുന്നതുകൊണ്ട് 2 വാക്ക് പറയാമെന്ന് വിചാരിച്ചു. വളരെ പണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ശിശുദിനത്തോടനുബന്ധിച്ച് ഒരുപാട് കോമ്പറ്റീഷൻസ് നടത്തും. അങ്ങനെ എൻ്റെ അമ്മ എല്ലായിടത്തും എന്നെ കൊണ്ടുപോകും. അമ്മ കളിക്കുന്നു പറഞ്ഞാൽ കളിക്കും, ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കും, പോകുമെന്ന് പറഞ്ഞാൽ പോകും, അഭിനയിക്കുന്നു പറഞ്ഞാൽ അഭിനയിക്കും. അങ്ങനെ ഒരു സ്വിച്ചിട്ട പോലൊരു കുട്ടിയായിരുന്നു. എനിക്കതിലൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രം ഇന്ന് ഈ നിലയിൽ നിങ്ങൾ ക്ഷണിക്കുന്ന ഒരാളിലേക്ക് ഞാൻ വന്നെത്തി എനിക്ക് അഭിമാനത്തോടെ പറയാം. അപ്പോൾ ഒരു അമ്മയുടെ കരുത്തെന്ന് പറയുന്നത് ആ സ്നേഹമാണ്, കുട്ടികളോടുള്ള സ്നേഹം. അതുപോലൊരു സ്നേഹമാണ് ഇവിടുത്തെ ഡോക്ടേഴ്സും ജീവനക്കാരും ഈ കുട്ടികൾക്ക് നൽകുന്നതെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ നിങ്ങൾക്ക് സർവേശ്വരൻ എല്ലാ നന്മയും വരട്ടെ, എല്ലാ നന്മയും ഹൃദയത്തിൽ കൊണ്ട് തരണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ കോമ്പറ്റീഷന് പോയിട്ട് ഫസ്റ്റ് കിട്ടിയപ്പോൾ അന്ന് ഗവർണറായിരുന്ന ശ്രീമതി ജ്യോതി വെങ്കിടാചലം അവരായിരുന്നു അന്ന് ഗവർണർ. അവരുടെ മുന്നിൽ ഡാൻസ് കളിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നത്തെ പോലെ ഡ്രസ്സൊക്കെ അത്ര സുലഭമല്ല, കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു 5 ഡാൻസേഴ്സ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഡ്രസ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് നല്ലൊരു മോഹിനിയാട്ടം ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു നല്ല സാരി എടുത്ത് തന്ന് ഞാനും അമ്മയും കൂടി രാത്രി മുഴുവൻ ഇരുന്ന് കൈ കൊണ്ട് തുന്നി പിടിച്ചൊരു ഡ്രസ്സ് ധരിച്ചു. അസലായിട്ടൊരു ഡ്രസ്സാണ് വന്നത്. അതേ പറഞ്ഞൊരു അമ്മയുടെ ശക്തി എന്ന് പറയുന്നത് ഒന്നിനെയും ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു മനസ്സാണ് അമ്മയുടെ നിങ്ങൾക്കറിയാം. അപ്പോൾ
എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അമ്മയും ഞാൻ കൂടി ഒരു രാത്രി മുഴുവൻ തുന്നിയ ഒരു ഡ്രസ്സ് ഇട്ട് അന്ന് ഗവർണറിന് മുന്നിൽ കളിച്ച ആ ഒരു നിമിഷം, ആ ഫോട്ടോയൊക്കെ എപ്പോഴും സൂക്ഷിച്ച അമ്മ വെച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു അമ്മ എന്നൊരു കവിതയുണ്ട് OMV സാറിൻ്റെ. അതിൽ അവസാനം ഒരു ലൈൻ വരും, എൻ്റെ ഉള്ളിലെ പൈതൽ ഉണർന്നു എന്നാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഉണർന്നത് അമ്മയാണ്. എൻ്റെ സ്വന്തം മക്കളെ പോലെ എനിക്കിവരെ കാണുമ്പോൾ സ്നേഹം തോന്നുന്നു. ഞാനിങ്ങനെ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടികളെ അവരുടെ സങ്കടം അതിനെ നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ടെന്ന് നോക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒരിക്കലും ആ സങ്കടം എനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല. എന്നെ പെട്ടെന്ന് അത് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിനെ മറികടന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സിനെ മാറ്റിവെച്ച്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ മാറ്റിവെച്ച് ഇവിടെ ഈ ഹോസ്പിറ്റലിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സുമനസ്സുകളോട് ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇവിടുത്തെ എല്ലാ രോഗികളുടെയും എല്ലാ അസുഖങ്ങളും ഭേദമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ ഒരു ഓണത്തിന് ഒരു ജയിലിൽ ഗസ്റ്റായിട്ട് പോയി. അത് ഞാൻ എല്ലാവരും ജയിലിൽ ഇതാക്കണം, വിപുലമാക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ജയിലുകൾ വേണ്ട എന്ന് ഞാൻ ഉറക്കെ പ്രാർത്ഥിച്ചു, പ്രഖ്യാപിച്ചു. അതുപോലെ ഈ SIT ഇനിയും വളരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ കുട്ടികൾ ആരോഗ്യത്തോടെ നല്ലൊരു സമൂഹം വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. നല്ല ജീവിതചര്യ, നല്ല ചിന്തകൾ, നല്ല ജീവിതം, നല്ല പ്രകൃതി, നല്ല ഒരു ദേശം അങ്ങനെ ആവാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. ഹൃദയത്തിൽ തൊട്ട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കുട്ടികൾക്കും കുട്ടിത്തം മനസ്സിൽ സൂക്ഷിക്കുന്ന എന്നെ പോലെ ഞാൻ എൻ്റെ കൊച്ചുമകളുടെ കൂടെ ഡാൻസ് കളിക്കും, ഓടും, പാടും, എല്ലാ കോപ്രോയും കാണിക്കും. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ എൻ്റെ സുധാബുവിൻ്റെ കൂടെയുള്ളതാണ്. അതുപോലെ കുട്ടിത്തം സൂക്ഷിക്കുന്ന എല്ലാവർക്കും ശിശുദിന ആശംസകൾ. അതിനുശേഷമാണ് പ്രൈസസ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടെ വന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. സമ്മാനദാന ചടങ്ങുകൾക്ക് ശേഷം ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഒരു നൃത്ത പരിപാടി അവതരിപ്പിക്കാനായിട്ട് പെട്ടെന്ന് തീരുമാനിച്ചു കേട്ടോ. നൃത്ത പരിപാടി എന്നൊക്കെ പറയാമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു പഴയ പാട്ടിട്ടിട്ട് അതിൻ്റെ ഒരു നൃത്താവിഷ്കാരം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. ആ പാട്ട് എനിക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റാത്തത് കോപ്പിറൈറ്റ്സ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ആ സോങ് ഞാൻ മുഴുവൻ കളിച്ചു. ഇപ്പം ഞാൻ പാടാനുള്ള അതിക്രമം കാണിച്ചതും ആ കോപ്പിറൈറ്റ്സ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് അവരെല്ലാവരും വളരെ നന്നായിട്ട് റിസീവ് ചെയ്തായിരുന്നു. എൻ്റെ ഡാൻസ് പ്രോഗ്രാം കണ്ടിട്ട് അവിടെ കൂടിയിരുന്ന കുട്ടികളിൽ ഒരു ചെറിയ കുട്ടി കൂടി വന്ന് എനിക്ക് ഒരു പൂവ് തന്നായിരുന്നു. അയ്യോ, എനിക്കൊരു വലിയ അവാർഡ് കിട്ടിയതുപോലെ പ്രൈസ്ലെസ് ആണെന്ന് എനിക്ക് തോന്നി ആ ഒരു ജെസ്റ്റർ. താങ്ക് യു. SIT ഹോസ്പിറ്റലിൻ്റെ ഒരു സ്നേഹോപകാരമാണ് മാഡം. സത്യത്തിൽ മാഡത്തിൻ്റെ ഭാവാഭിനയം കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ കണ്ണ് തുടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്നെ സമ്മാനം കൊടുക്കാൻ വിളിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഗോഡ് ബ്ലെസ് യു ഓൾ.